ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ കോഴിക്കുഞ്ഞും താറാക്കുഞ്ഞും. നോക്കിയാലോ? ദേ രണ്ട് മുട്ട കിടക്കുന്നല്ലേ, നമുക്ക് കഥ വായിച്ചു നോക്കാം. ഒരു താറാക്കുഞ്ഞ് മുട്ട വിരിഞ്ഞ് പുറത്തു വന്നു. ദേ കണ്ടോ, താറാക്കുഞ്ഞ് മുട്ട വിരിഞ്ഞ് പുറത്തു വന്നു. മുട്ട വിരിഞ്ഞ് പുറത്തു വന്ന താറാക്കുഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, മുട്ട വിരിഞ്ഞ് ഞാൻ പുറത്തു വന്നു. അത് പറഞ്ഞു. അപ്പോൾ ദേ അടുത്ത കോഴിക്കുഞ്ഞും പുറത്തു വരുന്നുണ്ട് കേട്ടോ. അവൾ എന്ത് പറഞ്ഞു? ഞാനും. കോഴിക്കുഞ്ഞു പറഞ്ഞു. താറാക്കുഞ്ഞ് പറഞ്ഞതുപോലെ തന്നെ കോഴിക്കുഞ്ഞും പറഞ്ഞു, ഞാനും മുട്ട തുറന്ന് പുറത്തു വരികയാണെന്ന്. ദേ അടുത്ത പടം നോക്കിയാലോ? താറാക്കുഞ്ഞ് നടക്കുകയാണല്ലേ, നോക്കാം. ഞാൻ നടക്കാൻ പോവുകയാണ്, താറാക്കുഞ്ഞ് പറഞ്ഞു. ഞാനും. കോഴിക്കുഞ്ഞ് പറഞ്ഞു, ഞാനൊരു കുഴി കുഴിക്കുകയാണ്. ദേ കണ്ടോ, കുഴി കുഴിക്കുകയാണേ. അപ്പോൾ കോഴിക്കുഞ്ഞ് എന്ത് പറഞ്ഞു? ഞാനും. കോഴിക്കുഞ്ഞ് പറഞ്ഞു. അവളും കുഴിക്കാൻ തുടങ്ങി. അവളും വിട്ടുകൊടുത്തില്ല. ദേ അടുത്ത പടം നോക്കാം. കണ്ടോ, രണ്ടു പേർക്കും ഒരു മണ്ണിര കിട്ടിയല്ലേ. അപ്പം അതാരാ ശരിക്കും പിടിച്ചത്? താറാക്കുഞ്ഞാ. എനിക്കൊരു പുഴുവിനെ കിട്ടി, താറാക്കുഞ്ഞ് പറഞ്ഞു. എനിക്കും. കോഴിക്കുഞ്ഞ് പറഞ്ഞു. അതിൻ്റെ മറ്റേ അറ്റത്ത് എന്ത് പിടിച്ചു? കോഴിക്കുഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത പടം കണ്ടോ? ഞാനൊരു ചിത്രശലഭത്തെ പിടിച്ചു, താറാക്കുഞ്ഞ് പറഞ്ഞു. കോഴിക്കുഞ്ഞും വിട്ടുകൊടുത്തില്ല. ഞാനും. കോഴിക്കുഞ്ഞ് പറഞ്ഞു. ദേ വീണ്ടും നോക്കിക്കേ, അടുത്തതാണ് ഇച്ചിരി പ്രശ്നം. താറാക്കുഞ്ഞ് നീന്താൻ പോവുകയാണ്. ഞാൻ നീന്താൻ പോവുകയാണ്, താറാക്കുഞ്ഞ് പറഞ്ഞു. ഞാനും. കോഴിക്കുഞ്ഞ് പറഞ്ഞു. അത് അബദ്ധമായില്ലേ, കോഴിക്കുഞ്ഞിന് നീന്താൻ പറ്റുമോ? നോക്ക്, ഞാൻ നീന്തുകയാണ്. ദേ കണ്ടോ, നീന്തി പോവുക താറാവ്. താറാവ് പറഞ്ഞു, നോക്ക്, ഞാൻ നീന്തുകയാണ്, താറാക്കുഞ്ഞ് പറഞ്ഞു. ഇത് കണ്ട് പേടിയോടെയാണെങ്കിലും എന്ത് ചെയ്യും നമ്മുടെ കോഴിക്കുഞ്ഞ്? ദേ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ഞാനും. കോഴിക്കുഞ്ഞ് ഉറക്കെ പറഞ്ഞു. പക്ഷെ എന്തു പറ്റി? നീന്താൻ പറ്റിയോ? ഇല്ല, മുങ്ങിപ്പോയി. രക്ഷിക്കണേ, കോഴിക്കുഞ്ഞ് കരഞ്ഞു. താറാക്കുഞ്ഞ് കോഴിക്കുഞ്ഞിനെ കുളത്തിൽ നിന്നും പിടിച്ചു കയറ്റി. ഞാനും ഇനിയും നീന്താൻ പോവുകയാണ്, താറാക്കുഞ്ഞ് പറഞ്ഞു. ഞാനില്ല, കോഴിക്കുഞ്ഞ് പറഞ്ഞു. അവസാനം കോഴിക്കുഞ്ഞ് സമ്മതിച്ചു. താറാക്കുഞ്ഞിനെ പോലെ എല്ലാം കോഴിക്കുഞ്ഞിന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി നീന്തുന്നില്ലെന്ന് വിചാരിച്ച് സങ്കടത്തോടെയാണെങ്കിലും കോഴിക്കുഞ്ഞ് മാറി നിന്നു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കഥ? കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണപാഠം മനസ്സിലായോ? പറയണേ. അപ്പം ശരി.